ലോകം മറ്റൊരു ആകാശ ദുരന്തത്തിന് കൂടി സാക്ഷിയായിരിക്കുകയാണ്. വളരെ വേദനാജനകവും നിർഭാഗ്യകരവുമായ ഒരു സംഭവമാണ് ഇന്നലെ ബ്രസീലിൽ അരങ്ങേറിയിരിക്കുന്നത്. ആളുകൾ വിനോദസഞ്ചാരം നടത്തുകയായിരുന്ന ഒരു ഹോട്ട് എയർ ബലൂൺ തീ പിടിച്ച് നിലം പതിച്ച സംഭവത്തിൽ 8 പേരാണ് വളരെ ദാരുണമായി കൊല്ലപ്പെട്ടത്. ബ്രസീലിലെ ഒരു തെക്കൻ സംസ്ഥാനമായ സാന്റ കാറ്ററിനയിലെ പ്രയാഗ് ഗ്രാൻഡെ നഗരത്തിലാണ് ഈ ബലൂൺ ദുരന്തം നടന്നിരിക്കുന്നത്. ഇന്നലെ അഥവാ ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 8 മണിക്കായിരുന്നു സംഭവം. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 ബലൂൺ റൈഡിന് പേരുകേട്ട ഒരു ബ്രസീലിയൻ ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഈ പ്രയാഗ് ഗ്രാൻഡെ എന്ന സ്ഥലം. എല്ലാ ദിവസവും 20-25 ബലൂൺ റൈഡുകൾ ശരാശരി ഇവിടെ നടക്കാറുണ്ട്. വളരെയധികം ടൂറിസ്റ്റുകൾ ഇവിടെ സ്ഥിരമായി സന്ദർശിക്കുന്നു. ബലൂണിൽ പൈലറ്റ് അടക്കം 21 പേരാണ് ഉണ്ടായിരുന്നത്. ബാക്കി 13 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ആരുടെയും നില ഗുരുതരമല്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്താണ് സംഭവിച്ചത് എന്ന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പറക്കുന്നതിനിടെ ബലൂണിന്റെ ബാസ്ക്കറ്റിൽ തീ പിടിക്കുകയായിരുന്നു. ഇത് കണ്ട പൈലറ്റ് ബലൂൺ താഴെ ഇറക്കാൻ ശ്രമിക്കുകയും യാത്രക്കാരോട് താഴേക്ക് ചാടാൻ പറയുകയും ചെയ്തു. 13 പേർ ഈ ബലൂണിൽ നിന്ന് താഴേക്ക് ചാടി. 8 പേർക്ക് ചാടാൻ സാധിച്ചില്ല. ഈ 8 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 4 പേരുടെ ശരീരം ആകെ കത്തിക്കരിഞ്ഞു. സംസ്ഥാന ഗവർണർ ജോർഗിഞ്ഞോ മെലോ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പ്രയാഗ് ഗ്രാൻഡയിൽ നടന്ന ഈ ദുരന്തത്തിൽ നമ്മളെല്ലാം വേദനിക്കുന്നു. നമ്മുടെ രക്ഷാസംഘം ഇതിനകം തന്നെ സൈറ്റിലെത്തിക്കഴിഞ്ഞു. 8 മരണങ്ങളാണ് ഇതുവരെ നമ്മൾ സ്ഥിരീകരിച്ചത്. സാന്റ കാറ്ററിന സംസ്ഥാനത്ത് 3 ദിവസത്തെ അനുശോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലിൽ ഹോട്ട് എയർ ബലൂണിംഗ് നിയന്ത്രിക്കുന്നത് രാജ്യത്തെ സിവിൽ ഏവിയേഷൻ ഏജൻസിയായ ഏനക് ആണ്. സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനികൾക്ക് മാത്രമാണ് ബ്രസീലിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബലൂൺ റൈഡുകൾ, അതായത് ബലൂൺ പറത്തലുകൾ നടത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ ബലൂൺ നിയന്ത്രിക്കുന്ന പൈലറ്റിനും സാധുവായ ഒരു ലൈസൻസ് ഉണ്ടായിരിക്കുകയും വേണം. ദുരന്തത്തിൽപ്പെട്ട ഈ ബലൂണിന് വേണ്ട യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. ഈ ബലൂണിന്റെ കമ്പനിയായ സോബ്രേവോർ പറയുന്നത് പൈലറ്റിന് ലൈസൻസും ബലൂണിന് മതിയായ രേഖകളും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. പ്രയാഗ് ഗ്രാൻഡെ ബ്രസീലിലെ വളരെ പ്രശസ്തമായ ഒരു ബലൂൺ റൈഡിംഗ് കേന്ദ്രമാണ്. തുർക്കിയിലെ കപ്പാഡോക്കിയ ഇത്തരം ബലൂൺ റൈഡിങ്ങിന് ലോകപ്രശസ്തമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ കപ്പാഡോക്കിയ എന്നാണ് പ്രയാഗ് ഗ്രാൻഡയെ വിളിക്കുന്നത്.